പണ്ടൊരിടത്ത് മഞ്ഞൾ മൂടി നിൽക്കുന്ന ഒരു കൊട്ടാരമുണ്ടായിരുന്നു. എന്നും പല പല സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം ആ കൊട്ടാരത്തിൽ മുഴങ്ങും. പക്ഷെ കൊട്ടാരത്തിന്റെ പാട്ടിൽ മയങ്ങി ആരെങ്കിലും അകത്ത് കയറിയാലോ അവർ പിന്നെ തിരിച്ചു വരികയേയില്ല. പാട്ടുപാടി ആളുകളെ വിഴുങ്ങുന്ന കൊട്ടാരം. അതേപ്പറ്റി കേട്ട് അയൽനാടുകളിൽ നിന്ന് പോലും കൊട്ടാരം കാണാൻ ആളുകളെത്തി. എന്നാൽ അവരെയും കാണാതായി. അങ്ങനെ ഇരിക്കെ ലീ എന്നൊരാൾ കൊട്ടാരത്തിൽ പോകാൻ തീരുമാനിച്ചു. ലീക്ക് ചില മന്ത്രവിദ്യകളൊക്കെ അറിയാമായിരുന്നു. ലീ കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തി. അവൻ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. കൊട്ടാരത്തിനുള്ളിലെത്തിയ അവൻ കണ്ടത് പലതരം സംഗീത ഉപകരണങ്ങളായിരുന്നു. അവയെല്ലാം തനിയെ പാട്ടുപാടുകയാണ്. ലീ കൗതുകത്തോടെ അകത്തേക്ക് കയറിയതും ഒരു അത്ഭുതം സംഭവിച്ചു. പെട്ടെന്ന് അവൻ ഒരു വയലിനായി മാറി. അയ്യോ, ഇതെന്റെ അശ്രദ്ധ കാരണം വന്ന കുഴപ്പമാണല്ലോ. വയലിനായ ലീ സങ്കടത്തോടെ പാടാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൻ ഒരു കാര്യം ഓർത്തത്. തനിക്കും ചില മന്ത്രവിദ്യകളൊക്കെ അറിയാമല്ലോ. ലീ ചില മന്ത്രങ്ങൾ ചൊല്ലി. ഉടൻ തന്നെ അവന് സ്വന്തം രൂപം തിരികെ കിട്ടി. അപ്പോഴതാ അടുത്തിരുന്ന പിയാനോ ഒരു കൊച്ചു പെൺകുട്ടിയായി മാറുന്നു. തീർന്നില്ല, ഓരോ സംഗീത ഉപകരണവും മനുഷ്യരായി മാറുകയാണ്. പല പ്രായക്കാരും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. അതോടെ കൊട്ടാരത്തിലെ പാട്ട് നിന്നു. എല്ലാവരും കൊട്ടാരത്തിന് പുറത്തെത്തി. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ കൊട്ടാരം അപ്രത്യക്ഷമായി. പകരം അവിടെ അതാ ഒരു കുഞ്ഞു മന്ത്രവാദി. വികൃതി കാണിച്ചതിന് അപ്പൂപ്പൻ മന്ത്രവാദി ശപിച്ചെന്നെ കൊട്ടാരമാക്കി മാറ്റിയതാണ്. ആരെങ്കിലും ഒരാൾ പാട്ട് നിർത്തി സ്വന്തം രൂപത്തിൽ തിരിച്ചെത്തിയാലേ എനിക്കും സ്വന്തം രൂപം കിട്ടൂ. ലീക്ക് വളരെ നന്ദി. അതും പറഞ്ഞ് കുഞ്ഞു ഭൂതം അപ്രത്യക്ഷനായി. എല്ലാവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു.